നമസ്കാരം സുഹൃത്തുക്കളെ. ഇറാനിലെ എനർജി ഊർജ കേന്ദ്രങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ ബോംബിട്ട് നശിപ്പിക്കുമെന്നുള്ള ട്രംപിന്റെ ഉത്തരവിന് പുറകെ പെട്ടെന്ന് തന്നെ ട്രംപ് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. 5 ദിവസത്തേക്ക് ഞാൻ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ചു. 5 ദിവസത്തേക്ക് വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉടനെ ഇറാനിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വരുന്നു. ഞങ്ങൾ ആരോടും സംസാരിച്ചിട്ടില്ല. അമേരിക്ക ശരിക്കും ആരോടായിരിക്കും സംസാരിച്ചിരിക്കുന്നത്? ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ? കേട്ട പാതി കേൾക്കാത്ത പാതി മലയാള മാധ്യമങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തിയിരിക്കുകയാണ്. ഇറാൻ പറയുന്നു ഞങ്ങൾ വെടിനിർത്തില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ആഘോഷിക്കുകയാണ് മലയാള മാധ്യമങ്ങൾ. ഇവിടെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അകത്തളങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ പറ്റി അറിയാതെയാണോ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അതോ വെറും 10 വ്യൂസിനു വേണ്ടി നുണകൾ പ്രചരിപ്പിക്കുകയാണോ? സുഹൃത്തുക്കളെ, അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങനെ പോവുക എന്നല്ല. അതായത് ഈ പറയുന്ന ലോകം മുഴുവൻ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന പോലെ മാസങ്ങളോളം അടിക്കുകയല്ല. ഈ യുദ്ധത്തിന്റെ 14 ഡേയ്സ് 14 ദിവസമായപ്പോൾ അമേരിക്കൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. അവരുടെ സഖ്യരാജ്യങ്ങൾ, സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനോടും ഈജിപ്തിനോടും ഖത്തറിനോടും ടർക്കിയോടും അമേരിക്കയുടെ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്സ്കോഫ് ഒരാശയം മുന്നോട്ട് വെച്ചു. ഇനി ആരോടാണ് സംസാരിക്കേണ്ടത് ഇറാനിൽ? കാരണം കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. പരമോന്നത നേതാവ് മരണപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് മകനെ കാണാനില്ല. അങ്ങനെ ഒരു 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 വിഭാഗം ആളുകൾ ഇല്ലാതായി. ഹൂ ഈസ് ഇൻ കൺട്രോൾ? അമേരിക്ക ചോദിച്ചൊരു കാര്യം, ആരാണ് ഇറാനിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ആരോട് സംസാരിക്കണം അടുത്ത ഘട്ടത്തിലേക്ക്? അവർ നോക്കാം. അങ്ങനെ അമേരിക്കയ്ക്ക് മുന്നോട്ട് വന്ന വ്യക്തി എന്ന് പറയുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിഫ്. അദ്ദേഹമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹവുമായി അമേരിക്ക ചർച്ചകൾ നടത്തിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ്ലി. അമേരിക്കയെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമുക്ക് കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനിൽ രാഷ്ട്രീയ നേതൃത്വം പുറകോട്ട് പോയി. IRGC മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ IRGCയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന മലയാള മാധ്യമങ്ങൾ വെട്ടയ്ക്ക പോലെ നിരട്ടുന്നത്. ഇറാനിൽ ആരും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അമേരിക്ക IRGCനെ വിളിച്ചിട്ട് വേണ്ടേ ചർച്ചയ്ക്ക്? അമേരിക്ക വിളിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമായിട്ടുണ്ട്. ചർച്ച നടത്തി മുന്നോട്ട് പോകുന്നു. 5 ദിവസത്തേക്ക് ഇവിടെ ഒരു വെടിനിർത്തൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു. അതായത് ഇറാനെ ദുർബലമാക്കാൻ അമേരിക്കയുടെ 3-ാം ആഴ്ച അവസാനിച്ചപ്പോൾ അമേരിക്ക എന്തൊക്കെ അച്ചീവ് ചെയ്തു അറിയാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും. നാവികസേന ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. വ്യോമസേനയില്ല. സഖ്യസേനകളുടെ വിമാനങ്ങളെ തടയാൻ കഴിയുന്ന ഒരു മിസൈൽ സംവിധാനമില്ല. കരസേനയും വെറും പ്രയോജനശൂന്യമാണ് അടുത്തെങ്ങും. കാരണം ഈ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ചരിത്രപരമായ ഒരു കാര്യം സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് തന്ത്രപരമായിട്ടുള്ള വിജയങ്ങൾ ഒരിക്കലും തന്ത്രപരമായിട്ടുള്ള അന്തിമ വിജയമായിരിക്കില്ല. അതായത് വിജയം ഒരു അന്തിമ വിജയമായിരിക്കില്ല ഒരിക്കലും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, നെപ്പോളിയൻ റഷ്യയിൽ കയറി മിക്ക പ്രദേശവും പിടിച്ചടക്കിയപ്പോഴും സർ അലക്സാണ്ടർ തോൽപ്പിക്കാൻ ഉള്ള ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. അതുപോലെയാണ് ഇറാഖിലും അമേരിക്കയ്ക്കും. ഇറാഖ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക തോറ്റോടി. അമേരിക്ക എന്ത് സമാധാനമാണ് ഇറാഖിൽ കൊടുത്തത് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കൊടുത്തത്? അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്ന അന്തിമ വിജയം സമാധാനമല്ല. ഇറാഖിന്റെ ആകാശം. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ ഇസ്രായേൽ ഇറാനിൽ ബോംബിടാൻ വന്നിരിക്കുന്നത് ഇറാഖിന് മുകളിൽ കൂടിയാണ്. അത് ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ വ്യോമപാത എന്നും അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തിരിക്കും. അതാണ് അവരുടെ ആവശ്യം. അന്തിമ വിജയം സമാധാനം കൊണ്ടുവരേണ്ടത് അമേരിക്കയല്ല, അവിടുത്തെ ജനങ്ങളാണ്. ഉയർത്തെഴുന്നേൽക്കണം ജനങ്ങൾ. അല്ലാതെ അമേരിക്കയുടെ ജോലി എന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുകയല്ല. അമേരിക്കയുടെ ജോലി എന്ന് പറയുന്നത് ഇതാണ്. അതായത് അവരുടെ ആവശ്യപ്രകാരം ലോകത്തെ ചലിപ്പിക്കുക. ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഇറാഖിലെ വ്യോമപാത അമേരിക്ക തുറന്നു കിടക്കും. ഇനി ഇറാനിലെ വ്യോമപാതയെ പറ്റി പറയാം. നാളെ പാകിസ്ഥാനെ ഇസ്രായേലിനെ തീർക്കണമെങ്കിൽ ഇറാന്റെ വ്യോമപാത പോലെ തന്നെ ഇറാഖ് കഴിഞ്ഞ് ഇറാൻ വരും, പിന്നെയാണ് പാകിസ്ഥാൻ. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് നാളെ ഈ വ്യോമപാതകൾ തുറന്നു കിടക്കുക. അമേരിക്കൻ ലക്ഷ്യം. അന്തിമ വിജയം ഒരിക്കലും കിട്ടാമോന്നില്ല. അപ്പൊ അതായത് ഇപ്പൊ ഈ ഇറാനെ പറ്റി പലരും പറയുന്നതാണ്, അതായത് കൈയും കാലും നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ജയിച്ചേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ പ്രവർത്തനരഹിതമാണ്. അതായത് ട്രംപ് പറയുന്ന പോലെ
നാവികസേനയില്ല, വ്യോമസേനയില്ല, മിസൈൽ ശേഷിയില്ല. പിന്നെ മിസൈലുകളും ഡ്രോണുകളും 10% ബാക്കിയുണ്ട്. ചില രഹസ്യ കേന്ദ്രങ്ങളിൽ ബലിസ്റ്റിക് മിസൈൽ ശേഖരം ഉണ്ട്. അവ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആക്രമണം അടുത്ത കാലത്തൊന്നും തടയാൻ പോകുന്നില്ല. ഇന്ന് കാലത്ത് പോലും ഞാൻ വായിക്കും, ഈ ന്യൂസ് തയ്യാറാക്കുമ്പോൾ കുവൈറ്റിലും ബഹ്റൈനിലും അടിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം അടിക്കുന്നത് IRGC ആണ്, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അല്ല. അത് ഒരു കാരണവശാലും അടുത്തെങ്ങും നിൽക്കാനും പോകുന്നില്ല. കാരണം ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന 10% മിസൈലുകൾ ഒരു കാരണവശാലും കണ്ടെത്തുക അസാധ്യമാണ്, ആർക്കും സാധിക്കില്ല. അതായത് US-ഉം ഇസ്രായേലും ലക്ഷ്യമിടുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളാണ്. പക്ഷെ അവർ തിരിച്ചെന്ത് ചെയ്യുന്നത്, അതായത് എയർപോർട്ടുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ, ജനങ്ങളുടെ താമസ സൗകര്യങ്ങൾ എല്ലാം അടിച്ച് നിരപ്പാക്കുക. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറാൻ എന്താ കരുതിയിരുന്നത്, അമേരിക്ക എന്താ പറയുന്നത്, ദീർഘമായിട്ടുള്ള യുദ്ധത്തിന് പോകില്ല, കാരണം ഇറാഖിന് പണി കിട്ടിയതാണ്, അവർക്കറിയാം. അതുകൊണ്ട് എണ്ണയുടെ പണം വിറ്റുകൊണ്ട് വീണ്ടും തിരിച്ചു വരാം കുറച്ചു കഴിയുമ്പോൾ. പക്ഷേ ട്രംപിന്റെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു. വ്യക്തമായി നിങ്ങൾ കേൾക്കുക. ഇറാൻ വിചാരിച്ചിരുന്നത് അമേരിക്ക ഒരിക്കലും ഒരു കാരണവശാലും ലോങ് ആയിട്ട് വാറിന് പോകില്ല, ആൾക്കാർ ഇറക്കില്ല, എണ്ണയുടെ പണമുണ്ട്, കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു വരാം. പക്ഷെ ട്രംപിന്റെ ഉദ്ദേശം ഇതായിരുന്നു: മിസൈൽ ശേഷി ഇല്ലാതാക്കുക, വ്യോമസേന പ്രതിരോധ ശേഷി ഇല്ലാതാക്കുക, അണുവായു നിർമ്മാണ ശേഷി അവസാനിപ്പിക്കുക, ഭരണകൂടം മാറ്റം. പക്ഷേ US ഭൂമിയിലിറങ്ങി യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. അക്കാര്യത്തിനൊന്നും വ്യക്തമാക്കി മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇറാനിലെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ അവിടെ സമാധാനം ഉണ്ടാകുള്ളൂ. ഇപ്പൊ എന്താ പറയുന്നത്, രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ശാന്തരല്ലേ, താലിബാൻ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ? അവർ വല്ലോ ദേഷ്യം വരുമ്പോൾ അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും പിടിച്ച് അടിക്കുമായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് കേട്ടു, ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീയുടെ കൈ തല്ലി ഓടിച്ചു താലിബാൻ കമാൻഡർ. അതൊക്കെ അവർ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ശല്യങ്ങൾ മാത്രമേ താലിബാനുള്ളൂ. പണ്ട് എന്താ IC-814 തട്ടിക്കൊണ്ടുപോയ രാജ്യമാണ് താലിബാൻ. കാണ്ഡഹാർ അറിയോ നിങ്ങൾക്ക്? ഇന്ന് കണ്ടോ, ഇന്ത്യ താലിബാൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ അടിക്കുന്നു. അല്ലെ? നിങ്ങൾ ഷിഫ്റ്റ് ആലോചിച്ച് നോക്കൂ. അമേരിക്കയുടെ വിജയം എന്ന് പറയുന്നത് സമാധാനമല്ല ഒരിക്കലും. അവരുടെ ആവശ്യമനുസരിച്ച് താലിബാൻ ഉപയോഗിക്കുക. പിന്നെ ഇറാഖ് അങ്ങനെയായി മാറിയത് അമേരിക്കയുടെ കുറ്റം കൊണ്ടല്ല. അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം, അമേരിക്കയുടെ അല്ല. ഇവിടെ എന്ന് പറയുന്നത് അന്തിമമായിട്ട് വിജയം ഒരിക്കലും ആ വിജയമായിരിക്കില്ല. ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ പറയുന്ന പോലെ ഈ പറയുന്ന ടെഹ്റാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് IRGCയുടെ പത്രക്കുറിപ്പാണ്. അവർ ഒരു കാരണവശാലും അടുത്തെങ്ങും നിർത്താൻ പോകുന്നില്ല. അവസാന മിസൈൽ വരെ എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കും. പക്ഷെ ഉണ്ടാക്കുക അസാധ്യമാണ്. ഉള്ളത് വേണമെങ്കിൽ എടുത്ത് പ്രയോഗിക്കാം. സുഹൃത്തുക്കൾ മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ പരിഹസിച്ചോളൂ, എന്നെ കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന മോശം കമന്റുകൾ എഴുതരുത് പ്ലീസ്. കാരണം കുടുംബങ്ങളൊക്കെ വായിക്കുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്ത് മടുത്തു. നിങ്ങൾക്ക് എന്നെ പരിഹസിക്കാം, എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറിക്കാം. പക്ഷെ ദയവ് ചെയ്ത് ഈ പറയുന്ന അശ്ലീല പരാമർശങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക.